യൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ബീഫ് റോസ്റ്റാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ദൂരേക്ക് കൊടുത്തുവിടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കിനി വേണ്ട നമ്മുടെ വീട്ടിൽ കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാനാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ വാഴയില വാട്ടിയിട്ട് അതിലിങ്ങനെ പൊതിഞ്ഞിട്ട് ഒന്ന് കവറിലിട്ട് വെച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുന്നേക്കാൾ വളരെ നല്ലതാണ്. ഇങ്ങനെയായിട്ട് ഓരോ പൊതിയായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രീസറിലാണല്ലോ നമ്മൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണല്ലോ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് എടുത്തിട്ട് നമുക്കത് കുറച്ച് വീതം എടുത്ത് കഴിക്കാവുന്നതാണ്. കൂടുതൽ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഇനി പെരുന്നാളൊക്കെ വരുവാണ്, അപ്പോൾ ഇറച്ചിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിപ്പ് ലോക്ക് കവറിൽ ഇട്ട് വെക്കുക. സിപ്പ് ലോക്ക് കവറിൽ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇത് പറഞ്ഞല്ലോ, ഇത് ദൂരേക്ക് കൊടുത്തുവിടാൻ വേണ്ടി ചെയ്തതാണ്. അല്ലെങ്കിലും നമുക്ക് എങ്ങനെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാനാണെങ്കിലും മക്കളൊക്കെ ദൂരെയുള്ളവരൊക്കെ ബന്ധുക്കളൊക്കെ ഉള്ളവർ നമ്മുടെ നാട്ടിൽ വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഇറച്ചി കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പലരും പല തരത്തിലും ഇങ്ങനെ ബീഫ് റോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ 4 കിലോ ബീഫാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നെയ്യൊക്കെ മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഇനി അതിൽ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഗോതമ്പ് പൊടി ഇട്ടാണ് കഴുകുന്നത്. അപ്പോൾ നല്ലപോലെ നല്ല ഉളുമ്പൊക്കെ വേഗം മാറിക്കിട്ടും. ഗോതമ്പ് മാവിട്ട് ഇറച്ചിയായാലും മീനായാലും ഇത്തിരി നേരം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കഴിക്കാൻ നല്ലതാണ്. ഇനി അത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3-4 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്, അതിന് 2 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. ഇത് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. ഇനി നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാകത്തിന് വലിപ്പത്തിനുള്ള കുക്കർ എടുക്കുക. അതിനകത്തേക്ക് മാറ്റിയിട്ട് അടപ്പടച്ചു കൊടുക്കാം. വെള്ളം ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് എന്താ പറയുക, ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ മതി കേട്ടോ. കാരണം ഒത്തിരി വെന്ത് പോകരുത്. അപ്പോൾ നമുക്കിത് ഓഫാക്കണം. ഓഫാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കണം. 3 വിസിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഓഫാക്കിയിട്ട് ഇതാണ് കണ്ടോ, ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു ഉരുളിക്കകത്തിട്ടിട്ട് വറ്റിക്കാനും കുഴപ്പമില്ല. ഇതാണ് വെന്ത ബീഫ്. വെള്ളം ഒരു കാലം നമ്മൾ കളയരുത്. അത് നമ്മൾ വറ്റിച്ച് കുക്കറിൽ ഇട്ടായാലും ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇറച്ചി ഫ്രൈ ആക്കാനായിട്ടൊരു ഉരുളി നല്ല കട്ടിയുള്ള ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒരു 100 മില്ലിയൊക്കെ ഒരു 200 മില്ലിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ട സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തേങ്ങാക്കൊത്ത്, ഇത് കുരുമുളക് പൊടിയാണ്. ഇത് തേങ്ങാക്കൊത്ത് ഒരു അരമുറി തേങ്ങ നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറുന്നവരെ വരട്ടണം. പിന്നെ ഇത് പച്ചമുളകാണ്. ഒരു 5-8 പച്ചമുളക് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആ പച്ചമുളക് നമുക്കൊന്ന് ഇതിലൊന്ന് പതുക്കെ ഒന്ന് വരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ചതച്ചത് കുറച്ച് എന്താ പറയുക 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി നേരത്തെ നമ്മൾ തിരുമ്മി വെച്ച കൂടെ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ എന്തായാലും ഒരു 100 ഗ്രാം വെളുത്തുള്ളി 100 ഗ്രാം ഇഞ്ചി എന്തായാലും വേണം. അപ്പോൾ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കോട്ടെ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. പിന്നെ ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് അധികം കിട്ടാലും അത്ര നല്ലതാണ് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് പതുക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെന്ത് പോകാത്ത ഇറച്ചി ആയിരിക്കണേ. വെന്ത് പോയാൽ നമ്മളിത് ലാസ്റ്റ് ആകുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകും.
അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ഇത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. വെള്ളമൊക്കെ നല്ലപോലെ വറ്റണം. ഇത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഒത്തിരി അങ്ങോട്ട് പൊടിയണ്ട, എന്താ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതൊരു കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കി നല്ലപോലെ ഉണക്കിയെടുക്കാനായിട്ട്. ഉണ്ട്, ഏകദേശം നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം നല്ലപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇത്. ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്, ആദ്യമേ ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഇത് ചൂടാറാൻ വേണ്ടി, ഇപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്, ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനി ബീഫ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് വളരെ എളുപ്പമാണ്. ഞാൻ വേറെ 2-3 തരത്തിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ ഐ കാർഡിലൊക്കെ ഇത് കൊടുക്കാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.